പമ്പഡ് സ്റ്റോറേജിന്റെ വർക്കിംഗ് മോഡലും ELCBയുടെ ഉപയോഗത്തിലൂടെ ഷോക്കേൽക്കാതെ എങ്ങനെ രക്ഷപ്പെടാമെന്നും വ്യക്തമാക്കി തരികയാണ് കോട്ടയം നാഗമ്പടം മൈതാനിയിൽ KSEB സ്റ്റാൾ. കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ മനോഹാരിതയും ആഴവും പരപ്പും കാണാനായി വെർച്വൽ റിയാലിറ്റി സിസ്റ്റവും എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായുള്ള സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. പകൽ സമയത്ത് കുറഞ്ഞ നിരക്കിൽ സുലഭമായ വൈദ്യുതി ഉപയോഗിച്ച് റിസർവയറിലേക്ക് പമ്പ് ചെയ്ത് ആവശ്യകത കൂടുതലുള്ള വൈകുന്നേരത്തെ പീക്ക് മണിക്കൂറുകളിലെ ഉൽപാദനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന പദ്ധതിയാണ് പംപ്ഡ് സ്റ്റോറേജ് പ്രൊജക്ട്. അതിന്റെ ആവശ്യകത മനസ്സിലാക്കി തരുന്നതിനോടൊപ്പം വീടുകളിൽ ELCB വയ്ക്കുന്നതിന്റെ പ്രാധാന്യവും ഷോക്കിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നുള്ള പ്രവർത്തന മോഡലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ELCB. അപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ കൃത്യമായിട്ട് ELCB വെക്കണം എന്നുള്ളതാണ് KSEBയുടെ ഏറ്റവും വലിയ ആവശ്യം. നമ്മൾ ഏത് ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ഉപകരണത്തിൽ നിന്ന് നമുക്കൊരു ഷോക്ക് ഏൽക്കാതെ ആൾക്കാർക്ക് സേഫായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ELCB നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് എല്ലാ വീടുകളിലും നമ്മൾ വെക്കാനായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് അയൺ ബോക്സ് അല്ലെ തേപ്പുപെട്ടി, ആ തേപ്പുപെട്ടി ELCB ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ആക്സിഡൻ്റലി അതിൽ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ട്രിപ്പാകും. അപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ ഷോക്ക് ഏൽക്കാതെ തന്നെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഉപയോഗം. കോട്ടയം കുറവിലങ്ങാട് 400 kV സബ്സ്റ്റേഷന്റെ മിനിയേച്ചർ രൂപവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ മനോഹാരിതയും ആഴവും മനസ്സിലാക്കാനുള്ള വെർച്വൽ റിയാലിറ്റി സിസ്റ്റവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് മധ്യ കേരളത്തിൻ്റെ പവർ ലോഡ് ഷെഡിങ് ഒഴിവാക്കാൻ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇടമൺ കൊച്ചി എന്ന് പറയുന്ന ലൈനിൻ്റെ പൂർത്തീകരണവും ഈ സബ്സ്റ്റേഷൻ്റെ വരവോടുകൂടിയാണ് നമ്മളുടെ മധ്യ കേരളത്തിൻ്റെ ലോഡ് ഷെഡിങ് ഒഴിവായത്. കോട്ടയം നാഗപടം മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് KSEBയുടെ വ്യത്യസ്തമായ സ്റ്റാൾ. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.